ദൈവം തന്റെ പ്രിയപ്പെട്ടവരെ വേലി കെട്ടി സംരക്ഷിക്കുന്നുവെന്ന് ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആത്മീയമായ തലത്തിലാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മളുടെ ചുറ്റും ഒരു വേലിയുണ്ട്. ഇത് കണ്ണുകൊണ്ട് കാണാവുന്ന വേലിയല്ല. യേശുവിന്റെ തിരുരക്തം ഒരു വിശ്വാസിയുടെ ചുറ്റുമുണ്ട്. അവന്റെ ആത്മാവിന്റെ ചുറ്റും, അവന്റെ മനസ്സിന് ചുറ്റും, അവന്റെ ശരീരത്തിന് ചുറ്റും, അവന്റെ കുടുംബാംഗങ്ങളുടെ ചുറ്റും, അവന്റെ ഭവനത്തിന് ചുറ്റും, സമ്പത്തിന് ചുറ്റും എന്ന് വേണ്ട, ദൈവം അവനെ ഏതെല്ലാം വിധത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം ചുറ്റും ഒരു സംരക്ഷണമുണ്ട്. സാത്താന് അവനെ സ്പർശിക്കുവാൻ സാധിക്കത്തില്ല. കാരണം യേശുവിന്റെ രക്തം നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര്, ദൈവം എന്നെയും നിങ്ങളെയും ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ച് നമ്മളെ ഒരു പ്രത്യേക ശുശ്രൂഷ, ഒരു പ്രത്യേക മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷയുടെ ചുറ്റും യേശുവിന്റെ രക്തത്താൽ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. സാത്താന് അതിനെ തൊഴാൻ ദൈവം അനുവദിക്കത്തില്ല. ആരെല്ലാം വിചാരിച്ചാലും, സാത്താൻ ഏതെല്ലാം വിധത്തിൽ കിടഞ്ഞു പരിശ്രമിച്ചാലും, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം യേശുവിന്റെ രക്തം അതിനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് സാധാരണ ഇതാണ് രക്തം നമുക്ക് തരുന്ന സംരക്ഷണം. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുമ്പോൾ തന്നെ പിശാചിന് ഭയം. യേശുവിന്റെ രക്തം, അവർക്ക് യേശുക്രിസ്തു മാത്രം രക്ഷകനാണെന്ന് വിശ്വാസമില്ല. അങ്ങനെ പ്രഘോഷിക്കുന്നവരോട് ദേഷ്യം, യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ കളിയാക്ക്, പുച്ഛം. ഇങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കത്തില്ല. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തില് 12-ാം അധ്യായം 46-ാമത്തെ വാക്യം, പുറപ്പാട് 12:46 വാക്യത്തില് അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അന്നത്തെ ആടിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം. അപ്പൊ അന്നത്തെ ആ കുഞ്ഞാടിന്റെ ഒരസ്ഥിയും ഒടിക്കരുത്. ഞാൻ ഇത് കാണിക്കാൻ കാര്യം, ഇത് എപ്രകാരമാണ് യേശുവില് ഇത് പൂർത്തിയാകുന്നത്. യോഹന്നാൻ 19:31-36 വരെ ഒന്ന് വായിക്കാം. യോഹന്നാൻ 19:31-36 വരെ. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അപ്പൊ ഇത് അന്നത്തെ കുഞ്ഞാടിന്റെ അസ്ഥികള് ഒടിക്കരുതെന്ന് പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ കൂടെ 2 കള്ളന്മാരെ ക്രൂശിച്ചു. ഈ 2 കള്ളന്മാരുടെയും കാലുകൾ അവർ തകർത്ത് കളഞ്ഞു. എന്നാൽ യേശുവിന്റെ കാലുകളോ അവന്റെ ഒരു അസ്ഥി പോലും തൊട്ടില്ല. കാരണം തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി. ഇതാണ് നമുക്ക് വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത്, ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്ന കുഞ്ഞാട്. ആ യേശുവിന്റെ ആ രക്തമാണ് നമുക്ക് രക്ഷ നൽകുന്നത്, നമുക്ക് സൗഖ്യം നൽകുന്നത്, നമുക്ക് വിടുതൽ നൽകുന്നത്, നമുക്ക് സംരക്ഷണം നൽകുന്നത്. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുവാൻ സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒരു അടയാളമായിട്ടാണ് കാണിക്കുക. അന്നത്തെ ദേവാലയം ഒരു അടയാളമാണ്. ഇന്നത്തെ ദേവാലയം കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചതല്ല. ഇന്നത്തെ ദേവാലയം മനുഷ്യ ആത്മാക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. യേശുവിന്റെ ദേവാലയം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കല്ലും മണ്ണുകൊണ്ടുള്ളതല്ല. ഞാനും നിങ്ങളുമാകുന്ന ജീവനുള്ള ശിലകൾ കൊണ്ടുണ്ടാക്കിയതാണ് യേശുവിന്റെ ദേവാലയം. എന്നാൽ അന്ന് മനുഷ്യർക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ സാധിക്കാത്തത് കൊണ്ട് ഇതുപോലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിനെ 3 വിഭജിച്ചു.
അതിലേറ്റവും മുൻഭാഗത്ത് മോശയുടെ 10 പ്രമാണങ്ങളും അഹറോന്റെ വടിയും ഉൾക്കൊള്ളുന്ന വാഗ്ദാന പേടകം വെച്ചിരുന്നു. അവിടെയാണ് ദൈവ സാന്നിധ്യം എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആർക്കും പ്രവേശിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് ആരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ കേട്ടിനിട്ട് അവിടെ മൂടിയിരുന്നു. നടുഭാഗത്ത് പുരോഹിതന്മാർ നിന്നിരുന്നു. ഏറ്റവും പിറകിലായിട്ട് സാധാരണ ജനങ്ങളും. സാധാരണ ജനങ്ങൾക്കോ പുരോഹിതന്മാർക്കോ പ്രധാന പുരോഹിതന് പോലും കേട്ടിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. കാരണം പാപിയായ മനുഷ്യന് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ആണ്ടിലൊരിക്കൽ മാത്രം പ്രധാന പുരോഹിതന് മാത്രം പ്രവേശിക്കാം. പ്രവേശിക്കുന്നതിന് മുമ്പേ ദൈവം കൊടുത്തിരുന്ന കൽപ്പന അനുസരിച്ച് ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തവുമായിട്ട് വേണം പ്രവേശിക്കാൻ. രക്തം കൊണ്ട് മാത്രമേ പ്രവേശിക്കത്തുള്ളൂ. രക്തമാണ് പാപത്തിന് പരിഹാര ബലി എന്ന് ദൈവം പർദീസായില് ആദത്തെയും ഹവ്വായെയും ആ ഒരു മൃഗത്തെ കൊന്ന് രക്തം പുരണ്ട വസ്ത്രം ഉടുപ്പിച്ചപ്പോൾ സംസാരിക്കുന്നതാണ്. കായേലും ആബേലും ചെന്നപ്പോൾ ആബേൽ രക്തം കൊണ്ട് ചെന്നു, കായേൽ പച്ചിലകൾ കൊണ്ട് ചെന്നു. കായേലിനെ ഉപേക്ഷിച്ചു, ആബേലിന്റെ ബലി സ്വീകരിച്ചു. നോഹ വെള്ളപ്പൊക്കത്തിന് ശേഷം വീണ്ടും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് രക്തം കൊണ്ടുള്ള ബലി. ഇങ്ങനെ നമുക്ക് പഴയ നിയമം മുഴുവൻ കാണാം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ രക്തം കൊണ്ടുള്ള ബലിയായിരുന്നു. ഇവിടെ ഈ ഹോളി ഓഫ് ഹോളീസ്, ഏറ്റവും വിശുദ്ധമായ സ്ഥലം, ഈ കേട്ടിനോ അകത്ത് മഹാപുരോഹിതന്, പ്രധാന പുരോഹിതന് മാത്രം പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ രക്തവുമായിട്ട് കടന്നു ചെല്ലണം. ഇത് ഓരോന്നും സൂചിപ്പിച്ചു. ഈ കേട്ടിൻ സൂചിപ്പിച്ചത് എന്താണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള വേർപാടാണ്. മനുഷ്യന് ദൈവവുമായിട്ട് കൂട്ടായ്മ അസാധ്യം. അതാണ് ഈ കേട്ടിൻ സൂചിപ്പിച്ചത്. എന്നാൽ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ആ കുരിശിൽ മരിക്കുന്ന ആ നിമിഷം ദൈവത്തിന്റെ വചനം പറയുന്നു, മുകളിൽ നിന്നും താഴേക്ക് ഈ വലിയ കേട്ടിൻ രണ്ടായിട്ട് തന്നെ കീറി മാറി. ദൈവം അതിനെ കീറി മാറ്റിക്കളഞ്ഞു. അതെന്ത് സൂചന നൽകുന്നു? ഇനിമേൽ പാപിയായ മനുഷ്യന് യേശുക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കാം. യേശുവിന്റെ രക്തം തളിക്കപ്പെട്ട ഇന്ന് ഞാനും നിങ്ങൾക്കും ഇന്ന് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ യാതൊരു തടസ്സവുമില്ല. ഇന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നുമില്ല. ഇന്ന് ദൈവപിതാവ് എവിടെയാണോ അവിടെ ചെന്ന് ആ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ അപ്പനും മകനും ഉള്ള ആ സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് യേശുവിന്റെ ഏക ബലി, കാൽവരി മരിയയിലെ ആ ബലി, യേശു ചിന്തിയ രക്തം. അപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് ഇന്ന് പ്രാർത്ഥന അനുഭവം ഉണ്ടാകും. പ്രാർത്ഥന എനിക്കൊരു അനുഭവമായി മാറും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ പോലെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാലത്ത് എനിക്ക് പ്രാർത്ഥന ഒരു ഭാരമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും പ്രാർത്ഥന ചൊല്ലാതിരിക്കാൻ നോക്കും. ഈ ഞായറാഴ്ച ഉള്ള കടമുള്ള ദിവസം എനിക്കൊരു ഭാരമായിരുന്നു. ഈ നിയമങ്ങൾ പാലിക്കുന്നത് എനിക്കൊരു ഭാരമായിരുന്നു. കാരണം ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിന്റെ രക്ഷ അറിഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യം. ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിൾ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്നാൽ ഞാൻ എന്ന് യേശുവിനെ എൻ്റെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പാപത്തെയും ലോകത്തെയും ഉപേക്ഷിച്ച് യേശുവിനെ മാത്രം എൻ്റെ രാജാതിരാജനായി സ്വീകരിച്ച് യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങിയോ, പ്രാർത്ഥന ഒരു അനുഭവമായി മാറി. ഇന്ന് എൻ്റെ ജീവിതത്തില് ഏറ്റവും ഞാൻ സന്തോഷിക്കുന്ന, ഞാൻ എൻജോയ് ചെയ്യുന്ന നിമിഷങ്ങൾ എൻ്റെ പിതാവിന്റെ സന്നിധിയിലിരിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടില്ലാത്ത പുസ്തകമായിരുന്നു ദൈവത്തിന്റെ വചനം. ഇന്നത് എനിക്ക് മാധുര്യമായി മാറി. ഇതാണ് നമുക്കുണ്ടാകുന്ന അനുഭവം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ തെളിക്കപ്പെടുമ്പോൾ ആ പിതാവുമായിട്ട് നമുക്ക് ഐക്യപ്പെടാം. ഇതറിയാത്ത മനുഷ്യൻ ഇന്ന് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി, പ്രാർത്ഥനാനുഭവം ഉണ്ടാകാൻ വേണ്ടി മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളിൽ പോയി എന്തെല്ലാം കാണിച്ചാലും ഒരു പ്രാർത്ഥനാനുഭവം ഉണ്ടാകത്തില്ല. നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന അനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ടോ എന്തെങ്കിലും പ്രത്യേക കോഴ്സ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ പ്രാർത്ഥന അനുഭവം ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കണമെങ്കിൽ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ.